സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥലം കണ്ടല്ലോ, ഈ സ്ഥലം ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഭവാനിപ്പുഴ. അപ്പോൾ ഈ പുഴയ്ക്ക് വരാൻ നിങ്ങളെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ഒരു പുഴയാണിത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സമയത്ത് ഒഴുക്ക് കൂടുതലുണ്ടാവുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് നല്ല കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല കുത്തൊഴുക്കാണ്. കാണുന്നില്ല, ആ രണ്ട് വണ്ടന്മാർ നിൽക്കുന്ന ഭാഗത്ത് ഒരു ഇല്ല. അതുകൊണ്ടാണ് അവർ അവിടെ തന്നെ പിടിച്ചത്. അപ്പോൾ നമുക്കിനി കാണാനുള്ളത് എന്തൊക്കെയാണ് ഈ കാഴ്ചകളുടെ അപ്പുറം അങ്ങോട്ട് നോക്കൂ. ഒറ്റപ്പാടിയിൽ ഏറ്റവും കൂടുതൽ കാറ്റുണ്ടാകാൻ കാരണം ആ ഫാനാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് എന്താണ്? പരപ്പം പോലെ എന്തായാലും വേണം. നരസിംഹക്ക് വന്നിട്ട് ചോദിച്ചാൽ മതി. ബാക്കി ഞാൻ അതിനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചോളാം പേര്, ഈ സ്ഥലത്തിൻ്റെ പേരുണ്ടാവും. അപ്പോൾ വരുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ ചപ്പും ചവറേറ്റൊക്കെ കൂടി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇത് വളരെ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ടൊന്നും വരാൻ ശ്രമിക്കരുത്. കാരണം ഇത് അങ്ങനത്തെ ഒരു ഏരിയ. അപ്പോൾ നിങ്ങൾ വരുന്നവരെ ഒന്ന് അപായ മേഖലയാണ്, അപകട മേഖലയാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നും നോക്കണ്ട. ഇങ്ങോട്ട് വരുമ്പോൾ സൂക്ഷിക്കുക, കച്ചറായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. കാരണം മനോഹരമായിട്ടുള്ള സ്ഥലമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക. മംഗളം ഭവന്തു.